ഇൻസ്റ്റാഗ്രാമൊക്കെ ആക്റ്റീവ് ആയിരുന്നു. നമ്മള് ഹിഡൻ ആയിട്ട് നമുക്ക് കുറെ ആൾക്കാർക്ക് മെസ്സേജ് കൊടുക്കണല്ലോ നമ്മൾ ഇവിടെ തന്നെ ഇങ്ങോട്ട് പോയിട്ടില്ല എന്നുള്ളത്. അപ്പൊ അങ്ങനെ അതിനും കൂടെ വേണ്ടിയിട്ട് സരിഗമപ തമിഴില് പോയി. പ്രതീക്ഷ ഉണ്ടാന്ന് വെച്ചാൽ കിട്ടുന്ന ഒരു ഇതുണ്ടായിരുന്നു. കുഴപ്പമില്ല, ഇത് ഇപ്പൊ തന്നെ അല്ലേ കഴിഞ്ഞിട്ടുള്ളൂ, കിട്ടും, നന്നായി പാടിയ കിട്ടും. പിന്നെ എനിക്ക് അവിടെ അറിയാവുന്ന തമിഴ് പാട്ടൊക്കെ പാടിയ കിട്ടും, മെഗാ ഓഡിഷൻ കിട്ടും. അതുപോലെ മെഗാ ഓഡിഷൻ കിട്ടി. എനിക്ക് അത്ര പേടിയൊന്നും ഉണ്ടായിരുന്നില്ല തുടക്കത്തിലൊന്നും. പേടി ഉണ്ടാവും, സ്റ്റേജിൽ കയറുമ്പോൾ എല്ലാവർക്കും പേടി ഉണ്ടാവും. പേടി എന്ന് പറഞ്ഞാൽ സർവ്വസാധാരണ. അപ്പൊ പക്ഷെ എന്നാലും ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിലേ മൂവ്മെന്റ്സ് കൂടി തുടങ്ങി. എനിക്ക് പേടി വരുമ്പോൾ കണ്ടിട്ടുണ്ടാവല്ലേ ഞാൻ ഒരു സ്ഥലത്ത് അതായത് പേടി വരുമ്പോൾ ഞാൻ ബോഡി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും സ്റ്റേജിൽ. അവന് പേടി ഓട്ടോമാറ്റിക്കലി കുറയും. അങ്ങനെ ഇവിടെ വന്നിട്ട് മെഗാ ഓഡിഷനിൽ പാടിയ ആ പാട്ട് ഒന്നുകൂടെ പാടിയാലോ? നീ എനക്കെനവേ കരം വിരുത്തായ് എൻ വരമേ മന്ദാരപ്പൂ പോലെ മച്ചോ കാണും വേള എന്നത്തനാ சொல்ல മിച്ചോ ഒന്നുമില്ല മുഴുമതിയിനിൽ പനീരവിനിൽ തനി പൊഴുതിനിലോടാതെ. അടിപൊളി. താങ്ക് യു. എന്തെങ്കിലുമൊക്കെ പാടുമ്പോഴേ തെറ്റ് പറ്റിയാ കുഴപ്പമില്ല. അതൊന്നും നമ്മള് ജഡ്ജ് ചെയ്യുന്നില്ലല്ലോ. ഇല്ല, ലൈവായിട്ട് പാടുമ്പോഴുണ്ടാവും, കുഴപ്പമില്ല. അതെ, അടിപൊളി. അമന്റെ പേര് ഞാൻ ചോദിച്ചപ്പോ അമൻ പറഞ്ഞത് അമൻ സഖ എന്നാണ് എന്നുള്ളത്. ആ പേരിന്റെ പിന്നിൽ ഒരു കഥയുണ്ടെന്ന് പറഞ്ഞു. എന്താ കഥ? പിന്നിലുള്ള കഥ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അമൻ സഖ, ഈ സഖയാണ് നമുക്ക് അറിയേണ്ടത്. അമൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറബിക്കില് വിശ്വാസം എന്നാണ് അർത്ഥം. വിശ്വാസം, ട്രസ്റ്റ്, അങ്ങനെയൊക്കെ. സഖ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ കമ്മ്യൂണിസ്റ്റാ. അച്ഛൻ കുറച്ച് നന്നായിട്ട് ഭയങ്കരമായിട്ട് പാർട്ടിയുള്ള ആളാ. അപ്പൊ പിന്നെ സഖാവിന്റെ അർത്ഥം നമ്മൾ കോമ്രേഡ്, കൂട്ടുകാരെന്നുള്ളൊരു സുഹൃത്ത് എന്നുള്ളൊരു അർത്ഥമാണല്ലോ. അപ്പൊ അതുകൊണ്ട് സഖാവ് എന്നിട്ടുണ്ടെങ്കിൽ അമൻ സഖാവ് എന്നിട്ടുണ്ടെങ്കിൽ അതൊരു വീടായതുകൊണ്ട് തന്നെ സഖ എന്നിട്ടു. പിന്നെ വേണമെങ്കിൽ എന്റെ അച്ഛന്റെ പേര് സതീഷ് എന്നാ, അമ്മയുടെ പേര് രേഖ എന്ന്. സതീഷിന്റെ സായും അങ്ങനെ എടുത്തിട്ട് വേണമെങ്കിൽ സഖാന്ന് കൂടെ പറയാ. അപ്പം പേരിന്റെ കഥ ഇതാണ്. അമൻ സഖ, വിശ്വസ്തനായ കൂട്ടുകാരൻ. അങ്ങനെ അറിയാണ്ട് വിശ്വാസമുള്ള കുറെ കൂട്ടുകാരുണ്ടോ? കൊറേ ഉണ്ടോന്ന് വെച്ചാ എനിക്കറിയില്ല, ഞാൻ കാണുമല്ലോ അവരെന്നെ കാണുന്നുണ്ടോന്ന്. ഉണ്ട്, കുറച്ച് പേരുള്ളൂ. കുറച്ചെന്ന് വെച്ചാൽ വിരലിൽ ഉണ്ടാവുന്ന ആൾക്കാരേ ഉള്ളൂ. കൂട്ടുകാരല്ല, അവർ കൂട്ടുകാരായിട്ട് ഞാൻ കൺസിഡർ ചെയ്യില്ല, ഫാമിലി ആയിട്ട് കൺസിഡർ ചെയ്യണേ. എനിക്കങ്ങനെ, കാരണം എൻ്റെ ഏജിലുള്ള കൂട്ടുകാരില്ല എനിക്കധികം. എന്നെ മൂത്തോരായിക്കോളും, എല്ലാവരും മൂത്തോരെന്നെ. എന്നാലും എൻ്റെ ഓർമ്മ വെച്ച് നോക്കണമെങ്കിൽ എല്ലാവരും മൂത്തോരെന്നെ. എൻ്റെ ഏജിലുള്ള അല്ല, എൻ്റെ താഴെയുള്ള കൂട്ടുകാർ കുറവാ. അപ്പൊ അവര് ചേട്ടന്മാര് അല്ലെ ചേച്ചിമാര്. എനിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടെ പുറപ്പില്ല, സിബ്ലിങ്സ് ആരും ഇല്ല. പിന്നെ അവരെ കാണുമ്പോൾ നമുക്ക് നമ്മളെ ചേട്ടന്മാരെയും ചേച്ചിമാരെ പോലെയും ആണ്. സി ഫാമിലിന്ന് ഏറ്റവും കൂട്ടായ ഒരാളുടെ പേര് പറഞ്ഞാൽ ആരായിരിക്കും? സി ഫാമിലി രണ്ടും മലയാളം ഉണ്ട്, തമിഴും ഉണ്ട്. അപ്പൊ സി ഫാമിലി എന്നല്ലേ നമുക്ക് പറയാൻ പറ്റും. എങ്കിലും ഏറ്റവും അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ പേര് പറയാൻ പറഞ്ഞ ആരുടെ പേരായിരിക്കും പറയാം? അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഞാൻ എല്ലാവരും ഇപ്പൊ ചേട്ടന്മാരാണെങ്കിലും 3 പേര്, സായന്തേട്ടൻ, നന്ദു, അനന്തഗോപൻ, പിന്നെ ഗായത്രി ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയില്ല, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കൂട്ടുകെട്ടത്. അങ്ങനെ വന്നിട്ട് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഞാനിപ്പോൾ പറഞ്ഞില്ല, ഒരു വീട്ടിലായിരുന്നു ഞാൻ, മീനാക്ഷി ചേച്ചിയുടെ വീട്ടിലായിരുന്നു ഇത്ര നേരം ഞങ്ങൾ ഇരുന്നിട്ട്. കുറേ നാളെ കണ്ടിട്ട്. അപ്പം ഇങ്ങനെ പോയി, അപ്പോൾ ഈ മഴയൊക്കെ വന്നാൽ തന്നെ ലേറ്റ് ആയത്. അത്രയും ബോണ്ടിങ് ആയ, എപ്പോ കണ്ടാലും ഭയങ്കര സന്തോഷമാണ്. ഭയങ്കര ഉള്ളില് നമ്മള് ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ട് അങ്ങനെ എല്ലാരും ഭയങ്കര ഇഷ്ടമാണ്. മലയാളത്തിലാണെങ്കിലും ഒരു കൂട്ടം വലിയ കലാകാരന്മാരാണ് ജഡ്ജസ് ആയിട്ടുണ്ടായിരുന്നത്. തമിഴിലാണെങ്കിലും തമിഴിലെ കിടിലങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇവരിൽ നിന്നൊക്കെ എന്തൊക്കെയാണ് പഠിക്കാൻ പറ്റിയ കാര്യങ്ങൾ? പഠിക്കാൻ പറ്റിയ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പാട്ട് പാടുമ്പോഴുള്ള ഒരു മെന്റൽ സ്റ്റേറ്റ്. പാട്ട് പാടുമ്പോൾ അവരെ മറ്റുള്ളവരെ കുറിച്ച് ആലോചിക്കുന്നില്ല. അവര് പാട്ട് പാടുമ്പോൾ എൻ്റെ വേദിയിൽ എന്നുള്ള രീതിയിലാണ് എല്ലാവരും പാടുക. അത് നമ്മൾ ഓരോന്നൊക്കെ പറയില്ല, നമ്മളിങ്ങനെ ജ്വലിച്ച് നിൽക്കും. അത് അവർ സ്റ്റേജിൽ കയറുമ്പോൾ തന്നെ, ഇപ്പൊ കാർത്തികന്റെ സ്റ്റേജിൽ വന്ന അത്ര, മുഹമ്മദ് സ്റ്റേജിൽ വന്ന അവരത്രയും കോൺഫിഡന്റ് ആണ്. ഓരോ സംഗതികൾ വീഴും, അത്രയും കോൺഫിഡന്റ് ആണ് അവര്. അതുകൊണ്ട് തന്നെ അവരെ കാണണം. നമ്മളെ ഇത്രയും ഐഡലൈസ് ചെയ്ത് നടക്കുന്ന ആൾക്കാരെ മുമ്പിൽ
പാടുമ്പോ ഒരു പേടി ഉണ്ടാവും. പ്രത്യേകിച്ച് മധുചേട്ടൻ്റെ ഒക്കെ മുമ്പിൽ വെച്ച് പാടിയിട്ട് ഇവിടേക്ക് വന്നപ്പോൾ ശരിക്കും പറഞ്ഞ പേടി കുറയണേ ചെയ്ത്. അങ്ങനെ മധുചേട്ടൻ ഇങ്ങനെ ഒരു ഒറ്റ പേന വെച്ചിട്ട് ഇങ്ങനെ ഇരുന്ന നമുക്ക് പേടിയാവും. അയ്യോ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒരു അപ്പ കണ്ടുപിടിക്കുന്നുള്ള രീതിയിൽ. പക്ഷെ ആള് പാവാട്ടാ, 6 അടി 2 ഇഞ്ച് ഉണ്ടെന്നുള്ളൂ. കുട്ടികളുടെ മനസ്സാ പെട്ടെന്ന് കാര്യം ഇല്ലില്ല പാവാ. ഞാന് അമൻ മിമിക്രി ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് സ്റ്റേജിൽ, അവരൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്നേ. ഇപ്പൊ ഇമിറ്റേറ്റ് ചെയ്യാൻ പറഞ്ഞ ആരെ ഇമിറ്റേറ്റ് ചെയ്യും? ഇമിറ്റേറ്റോ? അയ്യോ ഞാൻ കണ്ടിട്ടുണ്ട് ചെയ്യുന്നത്. അതിപ്പോ ആരും ഇമിറ്റേറ്റ് ചെയ്യാ, അവിടുത്തെ ജഡ്ജസിനെയാണ് ഇമിറ്റേറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നത്. ഇമിറ്റേറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജി കേരളത്തിൽ ഷാനിക്കനൊക്കെ ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ട് ഒരേ മാനറിസം കാര്യങ്ങളൊക്കെ ആയിട്ട്. അത് കാണിച്ചു തരാം നമുക്കും കൂടെ. ജി കേരളത്തിൽ ഉണ്ടായിരുന്നപ്പോൾ ഷാനിക്ക ഇങ്ങനെ അയ്യോ എനിക്ക് ചിരി തന്നെ ഇങ്ങനെ ഇരിക്കും. ഷാനിക്ക ഓക്കെ മൈക്ക് എടുത്തിട്ട് അമൻ അടിപൊളിയായിരുന്നു മോനെ, ഒന്നും പറയാനില്ല. ആ സംഗതി അങ്ങോട്ടോ ഇങ്ങോട്ടോ പാളിയിട്ടുണ്ടെങ്കിൽ മൊത്തം കഴിഞ്ഞോളൂ സംഗതിയാ. അത് കറക്റ്റ് ലോക്കിൽ വീണോണ്ട് അടിപൊളിയായിട്ട് പാടി. ആൾക്കൊരു ഒരു ഷെയ്ക്കിങ്, അതിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആ ഒരു സംഭവം കൂടുതലായിട്ട് ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്ന ആളാണ് ഷാനിക്ക. മധുചേട്ടൻ എന്ന് പറയുമ്പോ പിന്നെ പറഞ്ഞ ബേസ് വോയിസാ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുറെ ചളികളൊക്കെ അടിക്കും, നല്ല രസമായിട്ടുള്ള ചളികളൊക്കെ അടിക്കും. ആള് ഇരുന്നിട്ട് നമ്മളൊട്ടും പ്രതീക്ഷിക്കണില്ലല്ലോ ആളിങ്ങനത്തെ നമ്മള് വലിയ ലെജൻഡ് എന്നുള്ളൊരു സ്ഥാനത്ത് നിന്ന് ഒരു ഏട്ടൻ്റെ ഒരു ഇതിലേക്ക് പോണത് അങ്ങനെയാണ്. ആള് നമ്മളിങ്ങനെ വെയിറ്റ് ഒക്കെ ആയിരിക്കും, ഭയങ്കര വെയിറ്റ് ഉള്ള ആളായിരിക്കും, നമ്മളിങ്ങനെ നമ്മളോട് മിണ്ടുന്നില്ല എന്നത് അങ്ങനെ. പക്ഷെ ആള് അവിടെ ഇരിക്കും ഭയങ്കര കോമഡിയാ, എല്ലാവരും ചിരിപ്പിക്കേണ്ട രീതിയിലുള്ള തമാശയൊക്കെ പറഞ്ഞ്. ഞാൻ നോക്കുമ്പോ ഇത്രയും വലിയ ആളൊക്കെ ഇരുന്നിട്ട് ഡാൻസ് കളിക്കുക, ഒരേ പാടുന്നുണ്ട്, അപ്പാമത്തിന് ഡാൻസ് കളിക്കണ്. അതും മറ്റേ ഷർവാണിയൊക്കെ എടുത്തിട്ട് ഒരു എപ്പിസോഡില് നമ്മുടെ വിദ്യാധരൻ മാസ്റ്റർ വരുന്ന ഒരു എപ്പിസോഡില് ചേച്ചി ഏത് പാട്ടാണ് മിൻസാരെ കണ്ണ മീനാക്ഷി ചേച്ചിക്ക് മിൻസാരെ കണ്ണ ഗോൾഡൻ അടിച്ചു. അതിലാണെങ്കിൽ ആള് ഗോൾഡൻ അടിച്ചിട്ട് നമ്മളിങ്ങനെ ഗോൾഡൻ അടിക്കുമ്പോ ഇടല് ഇട്ടുകൊടുക്കാനായിട്ട് വരും. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഈ കേരളത്തില്. ആള് നല്ല ഡാൻസ് ഡപ്പാമുതൊക്കെ കളിച്ചിട്ട് വരുന്നു. എനിക്ക് ചീറ്റി വന്നിട്ട് എന്റെ പൊന്നെ നമ്മള് ഐഡലൈസ് ചെയ്ത ആൾക്കാർ ഇത്ര സിമ്പിൾ ആയെന്നുള്ളത് മനസ്സിലായി. മധുചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാന്ന് ചോദിച്ചാൽ ഏതായിരിക്കും പാട്? എനിക്ക് രാവേറെ ഭയങ്കര ഇഷ്ടമാണ്. വെള്ളി വീണ നമുക്ക് റീടേക്ക് എടുക്കാം കേട്ടോ, അതാണ് നല്ലത്. നീ വരുമ്പോൾ മഞ്ഞുകാലം കൺതുറക്കുന്നു, പൊൻവെയിൽ വന്നും വയ്ക്കാൻ കാത്തു നിൽക്കുന്നു, പറന്നു പോ പകൽ കിളേ കൊഴിഞ്ഞ നിൻ കുറുമ്പുകൾ, തിരഞ്ഞു പോയി വരും വരെ നിലാവു കാത്തു നിൽക്കുമോ, ഇതു വെറുതെ നിൻ മനസ്സറിയാനൊരു മഴയുടെ സംഗീതം, രാവേറെയായി പൂവേ. അടിപൊളി.